ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്ന എന്നാണ്ട് വിശേഷം? എയിംസിലാണ്. ഇന്നത്തേത് ലുലുമാളിൽ പോയ കഥയാണ് കേട്ടോ. പണ്ടൊക്കെ എൻ്റെ കൊച്ചിലെ ലുലുമാളിൽ പോയിട്ട് വന്നവരെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തോ അമേരിക്കയിൽ പോയിട്ട് വന്നുള്ള പോലത്തെ ഫീലാണ്. കാരണം അതിൻ്റെ കവറും അവരുടെ പാക്കിങ്ങും ഒക്കെ കാണുമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് എനിക്ക് കസിൻസ് അപ്പയൊക്കെ പോയിട്ട് വരുമ്പോൾ ഡ്രസ്സും സ്ട്രോബെറിയൊക്കെ ലുലുമാളിൽ നിന്ന് കൊണ്ടുവന്ന് പറയുമ്പോൾ, ആണോ ലുലുമാളിൽ പോയോ, അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു, അവിടെ എങ്ങനെയാണ് ഫുഡൊക്കെ പാക്ക് ചെയ്യുന്നത്, എന്തൊക്കെയുണ്ട് അവിടെ, എല്ലാം കിട്ടുന്ന കടയാണ് എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ലുലുവിൽ പോകുന്നത്. ഇത് ഞാൻ പോയത് ട്രിവാൻഡ്രം ലുലുവാണ് കേട്ടോ. ഇപ്പോൾ ലുലു ബ്രാഞ്ച് എല്ലായിടത്തും സുലഭമാണ്. അതുകൊണ്ട് തന്നെ ജനത്തിൻ്റെ തിക്കും തിരക്കും അതുപോലെ കേട്ടോ. ഞങ്ങൾ ട്രിവാൻഡ്രം ലുലുവിലെ ഹൈപ്പറിലാണ് കേട്ടോ പോയത്. അവിടുത്തെ ഫുഡ് സെക്ഷനിൽ എപ്പോഴും ഓരോന്നൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ എല്ലാം ഒന്നും വാങ്ങാനൊന്നും പോയല്ല, ജസ്റ്റ് ഒന്ന് കണ്ടു കേട്ട് ഇങ്ങനെ സംഭവം എന്തുവാണ്, ഇതൊക്കെ സത്യമാണോ, ഇത്രയും ഫുഡൊക്കെ ഉണ്ടോ, ഇപ്പോൾ ഇത് വലിയ കോടികളുടെ പ്രൊജക്റ്റാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ. ഓരോ ഫുഡ് കാണുമ്പോഴും വാങ്ങണം, എത്ര രൂപയാണ്, പക്ഷേ അതിൻ്റെ പ്രൈസ് ടാഗൊക്കെ കാണുമ്പോൾ ചിലതൊക്കെ അതേപോലൊക്കെ തന്നെ നമ്മുടെ നാട്ടിൻപുറത്തെ വില തന്നെയാണ്, ചിലതിനൊക്കെ അല്പസ്വല്പം വില വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്കിതൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാം നമുക്ക് വാങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് കണ്ടു കേട്ട് മനസ്സിലാക്കാമെന്ന് വെച്ച്. പിന്നെ ഇവരുടെ ഹൈജീനും കാര്യങ്ങളൊക്കെ എടുത്തു പറയണ്ട കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് 2 കട്ട്ലേറ്റും ഒരു ചില്ലി ചിക്കൻ പിസ്സയും ഒരു ഉഴുന്നുവട, അതൊക്കെ തന്നെ ധാരാളം. പിന്നെ ഇവിടുത്തെ ബില്ലിംഗ് സെക്ഷനാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഓരോന്ന് എടുക്കുന്നത്, പിന്നെ ആപ്പിള്, ഓറഞ്ച്, ഡ്രാഗൺ ഫ്രൂട്ട്, എന്തെല്ലാം പഴങ്ങളുണ്ടോ അതെല്ലാം ഇവിടെയുണ്ട്. അത് ഇരിക്കുന്നത് കാണുമ്പോഴും നേരിട്ട് ആ വയലിൽ നിന്ന് പറിച്ചെടുത്ത പോലുള്ള ഫീൽ. എല്ലായിടത്തും ഹൈജീൻ തന്നെ മുഖ്യം. ഇത് കണ്ടപ്പോൾ വീട്ടിൽ പറക്കിക്കൊണ്ട് പോയാലും തോന്നും, പക്ഷേ അവർ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നും എടുക്കാൻ പാടില്ല, അതുപോലെ കഴിക്കാനും പാടില്ല. ഈന്തപ്പഴം കിടക്കുന്നത് കണ്ടപ്പോഴും എടുക്കണമെന്ന്, പക്ഷേ ഈ ചേച്ചി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. പിന്നെ സവോള, മറ്റു സാധനങ്ങൾ എല്ലാം ഉണ്ട്, ഇല്ലാത്തതായിട്ടൊന്നും തന്നെ ഇല്ല. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്യാം. അങ്കിളായാലും എല്ലാം വേണമെന്ന് എല്ലാം എടുത്ത് പറക്കിക്കൊണ്ട് നമുക്ക് പോകാം. പിന്നെ പഴക്കൊലയാണെങ്കിലും അതേപോലെ തന്നെ കമ്പി വെച്ചിട്ടാണ് ഇങ്ങനെ ഓരോ പടല വെച്ച് അടുക്കുന്നത്, സ്ട്രോബെറിയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ഓരോ ഭരണികൾ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കിതെല്ലാം കാണുമ്പോൾ കണ്ണാടി ചില്ലിനകത്ത് ലൈറ്റ് ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ ഇത് മൊത്തം ഒന്ന് വാരി കഴിച്ചാലെന്ന് തോന്നും. എന്നാൽ നമ്മുടെ കയ്യിലെ കാശും പിന്നെ സമയവും ആവശ്യാനുസരണവും ഒക്കെ വേണം കേട്ടോ വാങ്ങാൻ. പിന്നെ ഇതാണെങ്കിൽ കുനാഫ, ഇതും പലരും വാങ്ങുന്നതൊക്കെ കണ്ടു. എല്ലാം അവിടെ ഉണ്ട്. കേക്ക് തന്നെ ആയാലും ചുമന്നത്, വട്ടത്തിൽ, നീളത്തത്, അങ്ങനെ ഇങ്ങനെ എല്ലാം. എനിക്കിഷ്ടപ്പെട്ടത് ഉഴുന്നുവടയായിരുന്നു. പിന്നെ ഞാൻ ഉഴുന്നുവട അപ്പം തന്നെ കഴിച്ചു പോന്നു. ബാക്കിയൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് കഴിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ യാത്ര.